മറ്റു വാർത്തകൾ നോക്കാം. പാനൂരിലെ ബോംബ് നിർമ്മാണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. മുഖ്യ ആസൂത്രകൻ ഷിജാലിനും പരിക്കേറ്റ വിനീഷിനുമെതിരെ കാപ്പ ചുമത്താൻ സാധ്യത. വിവരങ്ങളുമായി അമൽനാഥ് കണ്ണൂരിൽ നിന്നും ചേരുന്നു. അമൽ, ഇതൊരു പ്രാദേശിക വിഷയമെന്നുള്ള രീതിയിലാണ് CPM നേതാക്കൾ വ്യാഖ്യാനിച്ചിരുന്നത്. ആ വാദങ്ങളെല്ലാം പൊളിക്കുകയാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. എന്തൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതലായി വ്യക്തമാക്കുന്നത്? ലിബീഷ്, പാനൂർ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബോംബ് നിർമ്മാണം നടന്നത്. രാഷ്ട്രീയ എതിരാളികൾക്ക് എതിരെ പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മിച്ചത് എന്ന കാര്യമാണ്. ഈ റിമാൻഡ് റിപ്പോർട്ട് CPM-നെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ രണ്ട് ഗുണ്ടാ ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഒരു സംഘർഷമായിരുന്നു ഈ ഒരു ബോംബ് സ്ഫോടനത്തിലേക്ക് എത്തിയതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. CPM-ന്റെ നേതാക്കളടക്കം പറഞ്ഞതും ഇത്തരത്തിലാണ്. എന്നാൽ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നു, ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ എതിരാളികൾക്ക് എതിരെ പ്രയോഗിക്കാൻ വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. അതേസമയം തന്നെ ഈ ഒരു ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യപ്രതികളിൽ ഒരാളായ അമൽ ബാബുവിനെതിരെ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അമൽ ബാബു സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നായിരുന്നു CPM നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബോംബ് സ്ഫോടനം ഉണ്ടായ സാഹചര്യത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് അമൽ ബാബു ചെയ്തത് എന്നായിരുന്നു നേതാക്കൾ പറഞ്ഞത്. എന്നാൽ അമൽ ബാബു തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് വ്യക്തമായിരിക്കുകയാണ്. ഈ ബോംബ് സ്ഫോടനത്തിനു ശേഷം ബാക്കി വന്ന ബോംബുകൾ അവിടെ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ ബോംബ് സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് മണൽ വാരിയിട്ട് തെളിവ് നശിപ്പിക്കുവാൻ ശ്രമിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ അമൽ ബാബുവിനെതിരെ ഇത്തരം വ്യക്തതകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷിമൊഴികളില്ലെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. UDF മുന്നോട്ട് വച്ച വാദങ്ങളൊക്കെയും ശരിയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്താൻ വേണ്ടി CPM തയ്യാറെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ബോംബ് നിർമ്മാണം എന്നാണ് UDF-ന്റെ വാദമുണ്ടായിരുന്നത്. അതേസമയം തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ UDF വരും ദിവസങ്ങളിൽ ഇത് വലിയ പ്രചരണ ആയുധമാക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം തന്നെ മുഖ്യപ്രതികളായ അമൽ, പാനൂർ സ്ഫോടനത്തിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങളാണ് അമൽനാഥ് കണ്ണൂരിൽ നിന്ന് നൽകിയത്.